സംസ്ഥാന പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തി യു.ഡി.എഫ് സർക്കാർ. ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പിയായി നിലവിലെ ഇന്റലിജൻസ് മേധാവി പി വിജയനെ നിയമിച്ചു. മനോജ് എബ്രഹാം വിജിലൻസ് മേധാവിയായും എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായും തുടരും. എ.ഡി.ജി.പി റാങ്ക് മുതൽ എസ്.പി റാങ്ക് വരെയുള്ള 30 ഉന്നത IPS ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. ഇന്റലിജൻസ് എ.ഡി.ജി.പി ആയിരുന്ന പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പിയായി നിയമിച്ചു. സൈബർ ഓപ്പറേഷൻസ് എ.ഡി.ജി.പിയുടെ പൂർണ്ണ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ടാകും. പോലീസ് ആസ്ഥാനത്തെ എ.ഡി.ജി.പി ആയിരുന്ന എസ്. ശ്രീജിത്തിനെ ജയിൽ മേധാവിയായി മാറ്റി. ബൽറാം കുമാർ ഉപാധ്യായയെ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്നും ആംഡ് പോലീസ് ബറ്റാലിയൻ എ.ഡി.ജി.പിയായി നിയമിച്ചു. ക്രൈംബ്രാഞ്ച് എ.ഡി.ജി.പി ആയിരുന്ന എച്ച് വെങ്കടേഷിന് അതേ തസ്തികയിൽ പൂർണ്ണ ചുമതല നൽകി. ദിനേന്ദ്ര കശ്യപിനെ ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നും ഇന്റലിജൻസ് എ.ഡി.ജി.പിയായി മാറ്റി നിയമിച്ചു. ഇന്റലിജൻസ് ഐ ജി ആയിരുന്ന എസ് ശ്യാംസുന്ദറിനെ പുതുതായി സൃഷ്ടിച്ച ക്രൈംബ്രാഞ്ച് IG തസ്തികയിലാണ് നിയമിച്ചത്. ആർ നിശാന്തിനിയെ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇന്റലിജൻസ് IG ആയി മാറ്റി. നിലവിലെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ്.പിയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനുമായ AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയെ എറണാകുളം റേഞ്ചിലേക്ക് മാറ്റി. എറണാകുളം റേഞ്ചിലെ ഡോക്ടർ അരുൾ RB കൃഷ്ണയാണ് പുതിയ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കഴിഞ്ഞ LDF സർക്കാർ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയ യോഗേഷ് ഗുപ്തയ്ക്ക് യു.ഡി.എഫ് സർക്കാർ പ്രധാന പദവി നൽകാൻ തയ്യാറായില്ല. മീഡിയ 1 തിരുവനന്തപുരം.